ഇനി ഇതുപോലെ വാശിയും വൈരാഗ്യവും അസൂയയും കുശുമ്പും ഒക്കെ മറന്നിട്ട് കുടുംബത്തിനകത്തുള്ളവരുടെ പിറന്നാളൊക്കെ വരുമ്പോ ഇതുപോലെ അങ്ങ് ഒത്തുകൂടണം. പുറമേ കാണിക്കുന്ന സന്തോഷം മനസ്സിനകത്തും അതേപടി ഉണ്ടെങ്കില് അതിനൊന്നിനും ഒന്നും തടസ്സമാവില്ല. പഴയതൊക്കെ മറക്കും മോനെ. ഇനി ഒരു കാരണവശാലും മോനും ലക്ഷ്മിക്ക് ശല്യം ഉണ്ടാകുന്നതൊന്നും ചെയ്യരുതെന്ന് ഇവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പറയുന്നവരും 100% ആത്മാർത്ഥതയോടെ വേണം ഓരോന്ന് പറയാൻ. പിറന്നാളുകാരി എത്തിയല്ലോ. വാ. അവളുടെ മനസ്സ് നിറഞ്ഞു വരിക എന്ന് വെച്ചാ ഇതുപോലുള്ള പിറന്നാളാഘോഷമൊന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ സന്തോഷം അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഇവര് പോകാൻ നിൽക്കുവല്ലേ, പെട്ടെന്ന് കേക്ക് മുറിച്ചിട്ട് ഇവരെ പറഞ്ഞു വിടാൻ നോക്ക്. കരുണമോൾ എന്തായാലും ഇന്ന് പോകുന്നില്ല. എന്നാലും ഈ സമയത്ത് ഉണ്ണി വരാതിരുന്നത് മോശമായി പോയി മോളെ. ഉണ്ണിയേട്ടനാകെ വിഷമത്തിലാച്ചാ. ഉണ്ണിയേട്ടനെ അതുപോലെയല്ലേ കമ്പനിയിൽ തരം താഴ്ത്തിയത്. അവന്റെ പ്രവൃത്തികൾ നന്നായിരുന്ന അവന്റെ പഴയ അധികാരങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. പിന്നെ അമ്മാവൻ വീണെന്ന് കരുതി ശമ്പളത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. മാസാമാസം കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്. കണ്ണൻ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലാന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലേ. ഇന്നത്തെ ദിവസം കണ്ണൻ ഇവിടെ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എവളാണ്. അതുകൊണ്ട് ഉണ്ണിയുടെ കാര്യം മറന്നുകളാ. കേക്ക് മുറിക്കും മോഹിനി. മുറിക്കമ്മേ. Happy birthday to you. Happy birthday to you. Happy birthday ജന്മദിനം കുട്ടിക്ക്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ എന്റെ ഭാര്യക്ക് 47 വയസ്സായി. എന്നാ പിന്നെ എല്ലാരോടും ഒന്നിച്ചു തിന്നേ. ഞാനൊരു ഫോട്ടോ എടുക്കാം. അത് ശരിയാ. ഒന്ന് ചിരിക്കമ്മേ, ഇങ്ങോട്ട് ചേർന്നിക്ക്. മോളുടെയും മരുമോന്റെയും കൂടെയുള്ള അവളുടെ അവസാനത്തെ പിറന്നാളാ. പ്രതാപ എടുക്ക ഫോട്ടോ ഫോട്ടോ. ഇനി നമുക്കൊരു സെൽഫി എടുക്കാം. എടുക്കാം. അടിപൊളി. ഞാൻ അയച്ചേക്കാം കണ്ണന്റെ ഫോണിലേക്ക്. ഇനി കണ്ണന്റെ ലക്ഷ്മിയുടെ ഒക്കെ പിറന്നാൾ വരുമ്പോ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് വരും. എല്ലാരും പരസ്പരം സഹകരിച്ചു പോകുന്നതാണ് നല്ലത്. അമ്മേ, ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്ന് പോയിട്ട് വരട്ടെ അമ്മ. ശരി മോളെ. മോളെ, ഉണ്ണിയെ വിളിച്ചിട്ടെ നല്ല 4 വർത്താനം അങ്ങ് പറയണം കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും അവൻ അങ്ങോട്ട് മാറി നിന്നത് ഒട്ടും ശരിയായില്ല. ശരി. ഇതുപോലെ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ചു കൂടുന്നത് സന്തോഷമാണ്.
ഇന്നലെ വരെ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചതൊക്കെ പെട്ടെന്ന് മറക്കാൻ എനിക്കും ഇയാൾക്കും കഴിയും.